ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം. നമുക്കറിയാം, നമ്മുടെ നീറ്റിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വിളിച്ചിട്ടുണ്ട്. അല്ല ശിവൻ സാർ, പേരൻസും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരുപാട് സംശയങ്ങളാണ് ഈ ഒരു സമയത്തോടനുബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ശിവൻ സാറിൻ്റെ ലൈവ് പ്രോഗ്രാമുകളൊക്കെ പേരൻസ് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ശിവൻ സാറിനൊപ്പം പ്രോഗ്രാമിൽ നമ്മൾ നീറ്റ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന് പറയുന്ന പ്രോഗ്രാമിനടിയിലുമൊക്കെ നിരവധി വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും കമൻറ്റുകളാണ് വന്നത്. അപ്പോൾ അതിനെല്ലാം കൃത്യമായ ഉത്തരവുമായി ശിവൻ സാറ് തയ്യാറായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഏതൊക്കെ ചോദ്യങ്ങളെ ഇന്ന് പരിഗണിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കേൾക്കാം. Address document for NEET 2024, EW certificate, approve exam centers outside India, NEET 2024 medium of question paper and exam center, NEET 2024 application details for ICSE students, exam code details, NEET 2024 application details for ESI students, NEET 2024 application details for CBSE board class 12 students, non-creamy layer certificate validity, NEET 2024 signature, scheme registration details, NCL certificate details, non-creamy layer certificate for SC students, Christian Management College Christian student document details, NEET entrance exam details, Government Medical College cutoff, OEC Divara category students details, OBC NCL certificate details. അപ്പോൾ നമ്മൾ ആദ്യ ചോദ്യത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ഈ വാരത്തോടനുബന്ധിച്ച് എല്ലാ മാതാപിതാക്കളും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സാർ, നീറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളും മാതാപിതാക്കളും നേരിടുന്ന ചില കോമൺ ആയിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും. നമുക്കിപ്പം JEE ആപ്ലിക്കേഷൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു. NTA തന്നെയാണ് പരീക്ഷ നടത്തിയത്. ജനുവരി 25 മുതൽ JEE ഫസ്റ്റ് സെഷൻ വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. പക്ഷേ ആ NTA ചെയ്ത ആ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ പകരം മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് വന്നപ്പോൾ ധാരാളം കോംപ്ലിക്കേഷൻസ് ആണ് NTA തന്നെ അതിൽ വരുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ 20 ലക്ഷത്തിലധികം കുട്ടികൾ ഒരൊറ്റ ദിവസം ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ വരുന്ന മാൽ പ്രാക്ടീസുകൾ ഒഴിവാക്കാനായിട്ടായിരിക്കാം 4 or 5 തരത്തിലുള്ള വെരിഫിക്കേഷനുകളും ആ രീതിയിലുള്ള വളരെ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്യാൻ പോലും പറ്റുകയില്ലാത്ത രീതിയിലോട്ടാണ് NTA ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്കൊരു യൂണിക് ID മാത്രമേ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. ഒരു നവംബറിലെങ്കിലും NTA പറയുകയാണ്, ഈ രീതിയിലായിരിക്കും മെഡിക്കൽ ആപ്ലിക്കേഷൻ. നിങ്ങൾ ആധാർ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് വെക്കണം, ആധാർ അല്ലാത്തവർ പാസ്പോർട്ട് ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഡിജി ലോക്കർ ഉണ്ടാക്കി വെക്കണം എന്നൊരു ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമായിരുന്നു. യാതൊരു ഇൻറ്റിമേഷനും ഇല്ലാതെ ആകെ 1 മാസത്തെ സമയവും തന്നുകൊണ്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചപ്പോൾ ധാരാളം കുട്ടികൾക്കാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായത്. നമുക്കൊരു യൂണിക് ID കൊടുത്താലേ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഉപയോഗിക്കുന്ന ആധാറാണ്. ഈ ആധാർ ഏത് മൊബൈലിലോട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ മൊബൈലിലോട്ടാണ് OTP പോകുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മൊബൈലുകളായിരിക്കാം, അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയോ ഒക്കെ ആയിരിക്കാം. ആ മൊബൈൽ അടുത്തില്ലാത്തവർ, അവർ വിദേശത്ത് പോയപ്പോൾ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവർ, കുട്ടികളും പേരൻസും ഒക്കെ വിവിധ സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ ഹോസ്റ്റലുകളിൽ ജോലി ചെയ്യുന്നവർ, ആ OTP കിട്ടാത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇപ്പം പല ഇതാണെങ്കിലും പോർട്ട് ചെയ്ത് കാണും, പല ഇതിൽ നിന്നും മാറ്റി പോർട്ട് ചെയ്ത് കാണും, അപ്പോൾ OTP വരാത്ത പ്രശ്നങ്ങൾ. അങ്ങനെ ആ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു 40% ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോകാതെ നിൽക്കുകയാണ്. കാരണം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന 20 ലക്ഷം കുട്ടികളിൽ 99% ആധാറാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. തന്നിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യം ആധാറാണ്. അതിലാണ് ഈ വെരിഫിക്കേഷൻ ആ പ്രീവിയസ് എന്നോ നമ്മൾ ഉദയയുടെ ഡേറ്റ അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ആ മൊബൈലിലോട്ട് ഒരു OTP പോകുന്നത് കൊണ്ട് വളരെ ഡിഫിക്കൽട്ടീസാണ് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്. രണ്ടാമതായിട്ട് വന്നത്, ആധാർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആധാറിൽ എന്താണോ പേര് കിടക്കുന്നത്, എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത്, അത് ഓട്ടോമാറ്റിക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നോ യാതൊരു ഇൻറ്റിമേഷനും ഇല്ലാതെ NTA ആപ്ലിക്കേഷൻ തുടങ്ങുകയും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് വേണം ഡേറ്റ എൻട്രി ചെയ്യാൻ എന്നുള്ള ഇൻറ്റിമേഷൻ തന്നിരിക്കെ നമ്മൾ ആധാർ വെച്ച് കൊടുക്കുമ്പോൾ ആധാറിലെ പേരാണ് ആദ്യം വരുന്നത്. പല കുട്ടികളുടെയും ആധാറിലെ പേരും 10ാം ക്ലാസ്സിൻ്റെ പേരും ഒരുപോലെ അല്ല. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാം, ഇപ്പം വെരിഫിക്കേഷൻ ഒന്നുമില്ല, അഡ്മിഷൻ സമയത്ത് നമുക്ക് ഏത് സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യിക്കാം എന്നൊക്കെ അറിയാം. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, അത് രക്ഷകർത്താവാണെങ്കിലും കുട്ടിയാണെങ്കിലും, ആദ്യം കൊടുക്കുന്ന പേര് തന്നെ തെറ്റിപ്പോവുക. ഒന്നെങ്കിൽ ആധാറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ പേര് പോലെ അല്ല പേര്, എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അത് രണ്ടാമത്തെ കാര്യം.
അപ്പം ഒന്ന് ആധാറിലുള്ള വാലിഡ് ആയിട്ടുള്ള OTP കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, ആധാറിലെ അതേ പേര് വരുന്നതിലുള്ള രണ്ടാമത്തെ പ്രശ്നം. ഇനി ആധാർ അല്ല കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത് ഒരു ഡിജി ലോക്കറാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിജി ലോക്കർ വർക്ക് ചെയ്യണമെങ്കിൽ ആധാർ വേണം. അപ്പോൾ അവിടെ ആധാറുമായിട്ട് ആധാർ ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരിക്കലും ഡിജി ലോക്കർ ഉപയോഗിക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് ABC യൂണിക് ക്രെഡിറ്റ് കാർഡ് ID ആണ്. അത് സാർവത്രികമായിട്ടില്ല. അത് വളരെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് ID ആണ്. അതിവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും ഒരാൾ പോലും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതിനുശേഷമുള്ളത് പാസ്പോർട്ട് നമ്പറാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് എത്ര പേർക്കാണ്, ഒരു 10% പോലും പാസ്പോർട്ട് ഉണ്ടാവുകയില്ല. അത് ആ ഉള്ളവർ തന്നെ ഭൂരിഭാഗം പേരും വിദേശത്ത് നിന്നെടുത്ത പാസ്പോർട്ടാണ്, വിദേശത്ത് നിന്നെടുത്ത ഇന്ത്യൻ പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ടുകളൊന്നും വാലിഡേറ്റ് അല്ല. ആ പാസ്പോർട്ട് നമ്പർ കൊടുത്താൽ അകത്തോട്ട് പോവില്ല. ആ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ ഇന്ത്യൻ അല്ലാത്ത നോൺ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കയറി പോവുകയും ചെയ്യും. അങ്ങനെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഒരു കുട്ടിക്ക് ഒരു യൂണിക് ID കൊടുത്ത് കയറുന്നതിൽ വളരെ ഡിഫിക്കൽട്ടീസാണ് ഇപ്പോൾ NTA ഒരുക്കിയിരിക്കുന്നത്. ഒരു ജെനുവിനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരു +2 റോൾ നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു യൂണിക് ID സിസ്റ്റം തന്നെ മാറ്റണമായിരുന്നു. അല്ലെങ്കിൽ ഇത് നേരത്തെ ഇൻറ്റിമേഷൻ തന്നാൽ മതി. തീർച്ചയായിട്ടും നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിലെങ്കിലും ആധാർ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണം. ആധാറിലെ പേരും 10ാം ക്ലാസ്സിൻ്റെ പേരും ഒന്നായിരിക്കണം. നിങ്ങൾ അതിൻ്റെ ഏറ്റവും ലൈവായിട്ടുള്ള ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും NTA പറഞ്ഞത് ശരിയാണ്. കാരണം മാൽ പ്രാക്ടീസ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല കുട്ടികളും അപേക്ഷിക്കുന്ന കുട്ടികളൊന്നും പരീക്ഷ എഴുതുന്നത് വേറെ കുട്ടികളുമാണ്. അപ്പം അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നന്നായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ ഉപദ്രവമായിപ്പോയി. അതിനുശേഷം നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു. നമ്മൾ ഡീറ്റെയിൽസ് ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമെയിലോട്ട് ആപ്ലിക്കേഷൻ നമ്പർ വന്നു കഴിയുമ്പോൾ നോർമലി നമുക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട പാസ്വേഡ് ഉപയോഗിച്ചാൽ ലോഗിൻ ചെയ്യേണ്ടത്. അതും ഒരു 10% പേരുടെതെങ്കിലും വർക്ക് ചെയ്യുന്നില്ല. ഈ ആപ്ലിക്കേഷൻ നമ്പർ അല്ല പാസ്വേഡ് നോട്ട് എക്സിസ്റ്റിംഗ് എന്ന് കാണിക്കുകയാണ്. പിന്നീട് നമ്മൾ ഏത് ID വെച്ച് നമ്മൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് കാൻഡിഡേറ്റ് എൻട്രി എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാനും പറ്റാതെ പോവുകയാണ്. അതിൻ്റെ സെർവറിൻ്റെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ നോട്ടിഫിക്കേഷനും NTA ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ഒന്നുകിൽ ഈ വർഷം ഒരു കാരണവശാലും വിദേശത്തെ എക്സാം സെൻറ്റർ അനുവദിക്കുകയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴേ ടിക്കറ്റ് ഇങ്ങോട്ട് ബുക്ക് ചെയ്ത്, കാരണം നമുക്കറിയാം ഫ്ലൈറ്റിൻ്റെ ചാർജുകൾ വരാൻ പോകുന്നത്. ഒരു ഫാമിലിക്ക് ഒന്ന് വന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാവും. അപ്പം അവർക്ക് ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെ പെർമനൻ്റ് അഡ്രസ്സ് ഒന്ന് ഇവിടെ കൊടുത്ത് ഈ ആപ്ലിക്കേഷൻ വൃത്തിയായിട്ട് ചെയ്യാമായിരുന്നു. ഇനി വിദേശത്ത് അനുവദിക്കുമെങ്കിൽ അതിൻ്റെ ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് പ്രസൻറ്റ് അഡ്രസ്സ് വിദേശത്ത് കൊടുത്തപ്പോഴേ ആപ്ലിക്കേഷൻ റെഡിയാക്കി വെക്കാമായിരുന്നു. അതിൽ നിന്നുള്ള യാതൊരു ഇൻറ്റിമേഷനും ഇതുവരെയും NTA പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്കറിയാം, നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് ഐറിസ് വെച്ച് വളരെ വേരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അവിടെയും കുട്ടികൾക്ക് ധാരാളം അപ്ഡേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പേയ്മെൻറ്റിൻ്റെ സെക്ഷനും പേയ്മെൻറ്റും ഇത്രയും അധികം കുട്ടികൾ ചെയ്യുന്നൊരു സെർവറിൽ ഏതാണ്ട് 4 ഗേറ്റ്വേകൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും പേയ്മെൻറ്റ് സക്സസ് ആകാത്ത നിരവധി കേസുകളാണ്. പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്നുണ്ട്, പക്ഷേ അത് സക്സസ്സിലോട്ട് വരികയില്ല, കൺഫർമേഷൻ പേജിലോട്ട് ഡെവലപ്പ് ആവില്ല. അപ്പം ടെൻഷൻ അടിച്ച് കുട്ടികൾ 1, 2, 3, 4 പ്രാവശ്യം അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയ നിരവധി കേസുകളുണ്ട്. അങ്ങനത്തെ കേസുകളിൽ എന്താണ് പരിഹാരം? 24 മണിക്കൂറിൽ അപ്ഡേറ്റ് ആകുമോ, അല്ലെങ്കിൽ 7 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ പേയ്മെൻറ്റ് തിരിച്ചു വരുമോ? ഇങ്ങനെയുള്ള ഒരു കാര്യവും NTA ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. പിന്നെ നോർമലി ആധാർ അപ്ഡേറ്റ് ആയിട്ട് ആധാറിലെ പുതിയ ഫോൺ നമ്പറൊക്കെ ഉള്ളവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു അരമണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് ആധാർ അപ്ഡേറ്റഡ് ആണ്, ആ ഫോൺ നമ്പർ അടുത്തുണ്ട്, വേറെ ആധാറിലെ പേരും 10th പേരും ഒന്ന് തന്നെയാണ്, ഇന്ത്യയിലാണ് പരീക്ഷ എഴുതേണ്ടത്, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലവുമില്ല, ഒരു സംശയത്തിൻ്റെ ഒരു നിഴലുമില്ലാതെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. പക്ഷേ ഇതല്ലാത്ത കുട്ടികൾക്കാണ് ഒരു തരത്തിലും ഈ ആപ്ലിക്കേഷനെ സ്വീകരിക്കാനായിട്ട് കഴിയാതെ പോകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും എല്ലാ വർഷങ്ങളിലും ചില പ്രോബ്ലങ്ങൾ ഈ മെഡിക്കൽ ആപ്ലിക്കേഷനോട് ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. കൃത്യമായിട്ടും എല്ലാവർക്കും ആപ്ലിക്കേഷൻ ചെയ്യാവുന്ന രീതിയിൽ സൈറ്റ് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ NTA ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഇൻറ്റിമേഷൻ ഇപ്പം നൽകിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു കുട്ടിക്കും ആപ്ലിക്കേഷൻ ചെയ്യാതെ വരികയോ
അല്ലെങ്കിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാതെ വരികയോ അല്ലെ പേയ്മെൻറ്റ് ചെയ്യാതെ വരികയോ ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ഏറ്റവും മാർച്ച് 9 ആകുമ്പോൾ ഇനി എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ മാർച്ച് 9 ശേഷം അപ്ഡേറ്റ് ചെയ്യാനും അവസരമുണ്ട്. നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷനും നൽകിയിട്ടില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പരാതി. ആധാർ ഇല്ലാത്തവർ എന്ത് ചെയ്യണം, ആധാറിലെ പേരും 10ാം ക്ലാസ്സിൻ്റെ പേരും തെറ്റുള്ളവർ എന്താണ് ചെയ്യേണ്ടത്, വിദേശത്ത് എക്സാം സെൻറ്റർ എന്താണ്, നമുക്ക് ഈ രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ നേരം രജിസ്ട്രേഷൻ ഇല്ലെന്ന് കാണിക്കുന്നതിന് എന്താണ് FAQ. ഇങ്ങനെ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇതല്ലെങ്കിൽ ഇതെല്ലാം NTA പരിഹരിക്കും, എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അത് നമുക്കറിയാം, കാരണം എക്സ്പീരിയൻസ് നമ്മൾക്ക് സ്ഥിരം എല്ലാ വർഷവും കാണുന്നതായതുകൊണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ഈ സൈറ്റിനെ സമീപിക്കുന്ന ഒരാൾക്ക് വരുന്ന ഡിഫിക്കൽട്ടീസാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. സർ, ആദ്യത്തെ ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ ശിവൻ സാറിനൊപ്പത്തിൽ കമൻറ്റ് ചെയ്തൊരു പേരൻ്റാണ്, ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ സാരാംശം ഇതാണ്: നമ്മൾ 10ൽ കൊടുത്തിരിക്കുന്ന മാർക്ക് ഷീറ്റ് തന്നെ ഫോളോ ചെയ്താൽ മതിയോ, മഹാരാഷ്ട്ര അഡ്രസ്സ് അത് തന്നെ കൊടുത്താൽ മതിയോ? നമ്മുടെ തീർച്ചയായിട്ടും, അതായത് 10ാം ക്ലാസ്സിൻ്റെ പേരിനകത്ത് സർനെയിം ഉൾപ്പെടെയുള്ള വളരെ ലെന്തി ആയിട്ടുള്ള പേരാണ്. ആ പേര് തന്നെ ഫോട്ടോയിലും പ്രിൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഫോട്ടോയിൽ പേരും ഡേറ്റും എന്ന് പറയുന്ന ഒരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് പേര് ലെങ്തിൽ വേണമെന്നോ പേര് ഷോർട്ടായിട്ട് വേണമെന്നോ പേര് തന്നെ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ആ പേരില്ലാതിരിക്കുന്നാലും യാതൊരു കുഴപ്പവുമില്ല. ഇനി വേണ്ടത് നമ്മൾ പേരും ഡേറ്റും വെക്കുന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ പേര് എന്താണോ എൻ്റർ ചെയ്യുന്നത് സെയിം ആ പേര് തന്നെ, ഫോട്ടോ എടുത്ത ഡേറ്റും നിർബന്ധമില്ലെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, മഹാരാഷ്ട്ര ഡൊമിസിലുള്ള ഒരാൾ അവിടെ റെൻ്റൽ ഹൗസിൽ താമസിക്കുകയാണെങ്കിൽ പോലും അവിടുത്തെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാൾക്ക് ആ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ഒരു അഡ്രസ്സ് ഉണ്ട്. അപ്പം ആ അഡ്രസ്സാണ് വെക്കേണ്ടത്. മഹാരാഷ്ട്രയിലും കേരളത്തിലും 2 പേർക്കും 2 സ്റ്റേറ്റിലും അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് പെർമനൻ്റ് അഡ്രസ്സ് ഒന്നും ഇവിടെ വേണമെന്നില്ല. അച്ഛനോ അമ്മയോ കുട്ടി ഇവിടെ ജനിച്ചാൽ മതി. അപ്പം ഈ ജയകുമാർ അദ്ദേഹത്തിൻ്റെ കുട്ടി ചെയ്യേണ്ടത് പെർമനൻ്റ് അഡ്രസ്സ് നീറ്റിന് മഹാരാഷ്ട്രയിൽ വെച്ച റെൻ്റൽ ഹൗസ് ആണെങ്കിൽ പോലും അവിടുത്തെ വെച്ച് തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പ്രസൻറ്റ് അഡ്രസ്സ് കേരളത്തിൽ വെക്കുകയും ചെയ്യാം. 2 സ്റ്റേറ്റിലും എലിജിബിലിറ്റിയും കിട്ടും, 2 സ്റ്റേറ്റിലും സ്റ്റേറ്റ് കോട്ട കിട്ടും. സർ, അടുത്തൊരു പ്രേക്ഷകരുടെ ചോദ്യം, ഷീജ ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സർ, വില്ലേജ് ഓഫീസറിൽ നിന്ന് EW സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഏതാണ് വാങ്ങേണ്ടത്? അനശ്വർ 1 ആണോ അതോ 2, 3 ആണോ? നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കേരള മെഡിക്കലിന് EW സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അനക്ഷർ 1 എന്ന് പറയുന്നത് BPL സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അന്ത്യോജന വിഭാഗത്തിലൊക്കെ പെട്ടവർക്കുള്ളതാണ്. കോമൺ ആയിട്ട് എല്ലാവരും മേടിക്കേണ്ടത് അനക്ഷർ 2 പ്രകാരമാണ് മേടിക്കേണ്ടത്. ഓക്കെ സർ, അടുത്തൊരു ചോദ്യം സലീന ഷാജിയാണ്. എല്ലാവരുടെയും റിക്വസ്റ്റ് പരിഗണിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സെൻറ്റർ അനുവദിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. NTA 2021 മുതൽ വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിച്ചത് വിദേശ ഇന്ത്യക്കാരുടെ നിരന്തര സമ്മർദ്ദവും സുപ്രീം കോടതിയുടെ ഇടപെടലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലും കൊണ്ട് മാത്രമാണ്. ഈ വർഷവും ആ രീതിയിലെല്ലാം എല്ലാവരും നോക്കുന്നുണ്ട്. അത് വിദേശ പൗരന്മാർ, അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ ഇടപെട്ടെങ്കിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് അനുവദിക്കാത്തതെന്ന് നമ്മളോട് പറയാത്തിടത്തോളം കാലം നമുക്ക് ആ രീതിയിൽ നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 99% അനുവദിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ പോലും സമയം വളരെ കുറവാണ്, കാരണം മാർച്ച് 9 ആപ്ലിക്കേഷൻ തീരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ NTA ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും വിദേശകാര്യ മന്ത്രാലയമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും പറ്റുമെങ്കിൽ സുപ്രീം കോടതിയായിട്ട് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഉഷ പിള്ള എന്ന് പറയുന്ന ഒരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്ന് സെലക്ട് ചെയ്യുന്നത് ഒന്നുകൂടി വിശദീകരിക്കാമോ? അവിടെ സംശയമുണ്ട്. ഹോപ്പ് ഗവൺമെൻറ് വിൽ അലൗ ദ സെൻറ്റർ ഇൻ ദുബായ് ഓർ ഫൈനൽ? നമ്മുടെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒരിക്കൽ കൂടി ചോദിച്ചിരിക്കുന്നത്. ദുബായിൽ എക്സാം സെൻറ്റർ അനുവദിക്കുകയില്ല എന്നുള്ളതിന് നമുക്ക് ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്ന് പറയുന്നത് നമുക്ക് 13 പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും നീറ്റ് എക്സാം എഴുതാനുള്ള അനുവാദമുണ്ട്. കേരളത്തിലാണ് ഒരു കുട്ടി പരീക്ഷ എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ നമുക്ക് വേണമെങ്കിൽ പരീക്ഷ എഴുതാം. ഇംഗ്ലീഷാണല്ലോ എല്ലാവരും തന്നെ ഓപ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 36 പേജോളം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഷീറ്റുകൾ ഉണ്ടാവും. ഇംഗ്ലീഷുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഏറ്റവും അവസാനം ഒരു ഫുൾ A4 സൈസ് 2 സൈഡും ബ്ലാങ്ക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള പേജോട് കൂടി ആയിരിക്കും നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് വേണമെങ്കിൽ മലയാളവും ക്വസ്റ്റ്യൻ ഓപ്റ്റ് ചെയ്യാം. മലയാളം എന്നാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇടത് സൈഡിൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനും വലത് സൈഡിൽ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും. ഏത് പ്രാദേശിക ഭാഷകളിലോ ഹിന്ദിയോ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് മലയാളത്തിലുള്ള ചോദ്യം വായിച്ചിട്ടാണ് നമ്മൾ ഉത്തരം എഴുതുന്നതെങ്കിൽ അതിനകത്ത് ആ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് NTA ഉത്തരവാദിയായിരിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ അധികരിച്ച് മാത്രമേ NTA തെറ്റുകൾ, ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തെറ്റുകളൊന്നും NTA പരിഗണിക്കില്ല. ഇംഗ്ലീഷുള്ള ചോദ്യപേപ്പറാണ്
ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന തെറ്റുകൾക്ക് മാത്രമേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയുള്ളൂ. പരിഭാഷപ്പെടുത്തിയിൽ വന്ന ഒരു തെറ്റെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ ചെറിയ കുട്ടികൾ മലയാളം ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇരട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, ഇരട്ടി പേജ് കിട്ടും, 64ഓളം പേജുകൾ കിട്ടും. അപ്പം കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്, കൂടുതൽ എഴുതി ചെയ്യേണ്ടവരാണെങ്കിൽ കൂടുതൽ ചെയ്യാനായിട്ട് ഉള്ള പേജ് കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് സാധാരണ ബാക്കി റീജിയണൽ ലാംഗ്വേജിൽ ഓപ്റ്റ് ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്നത് ഏത് സംസ്ഥാനത്താണോ ഇംഗ്ലീഷിലും ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിലും പരീക്ഷ എഴുതാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ അടങ്ങിയിരിക്കുകയും ചെയ്യും. സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് വിദ്യ എന്ന് പറയുന്നൊരു പ്രേക്ഷകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം: സർ, ISC എക്സാം തുടങ്ങിയതിനാൽ രജിസ്റ്റർ നമ്പർ അപ്ലോഡ് ചെയ്യാമോ? +1 മാർക്ക് കൊടുക്കേണ്ടതുണ്ടോ ISCക്കാർക്ക്? നമുക്കറിയാം ISC, അതായത് ISC വിഭാഗത്തിലും CBC വിഭാഗത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് +1 ബോർഡ് എക്സാം ഇല്ല. അതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രം +1 ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും. ISC CBC വിഭാഗത്തിൽ പഠിക്കുന്നവർ +1 അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ആ ഡ്രോപ്പ് ഡൗണിൽ അതുണ്ട്. ആ നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കേണ്ടത്. +2 റോൾ നമ്പർ എല്ലാവരും കൊടുക്കണം. 2024 ബോർഡ് എക്സാം എഴുതുന്നവരാണെങ്കിലും +2 റോൾ നമ്പർ കൊടുക്കണം. അപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റോൾ നമ്പർ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തൊരു ചോദ്യം സുബി ഷൈജു എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്: സാർ, എക്സാം കോഡ് 1 കൊടുത്തത്, ഇനി അത് 2 ആക്കാൻ പറ്റുമോ? മാർച്ച് 9 ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരുന്നത്. 9 ശേഷം ഒരാഴ്ചക്കാലം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്ത ഇമേജ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതാണ്. സർ, അടുത്ത ചോദ്യം: സർ, ESI ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോ? ESI IP വാർഡിനായിട്ട് നമുക്ക് 450 സീറ്റുകൾ 24,000 രൂപ ഫീസ് ക്രമത്തിൽ നമ്മൾ അപേക്ഷിക്കാൻ അർഹതയുള്ളവർ മെയ് 5 ശേഷമാണ് ESIയുടെ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ അപേക്ഷകൾ നൽകേണ്ടത്. നീറ്റും ESIയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീറ്റിന് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് മെയ് 5 ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ ESI ഉള്ളവർ പ്രത്യേകിച്ച് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ OBC ആണെങ്കിലും EWS ഒക്കെ ആണെങ്കിലും തഹസീൽദാരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ, SC ആണെങ്കിലും ST ആണെങ്കിലും PWD ഒക്കെ ആണെങ്കിലും ഈ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ അത് ESIയിലും ആ റിസർവേഷൻ ഉണ്ട്. മിനിമം മാർക്കാണെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യമാണെങ്കിൽ ആ കാറ്റഗറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് ESI എന്ന് പറഞ്ഞിട്ടല്ല, നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയാണോ അത് കൊടുത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ESI സംബന്ധിച്ചുള്ള ഒരറിയിപ്പും ഇപ്പോൾ ഇല്ല. സർ, അടുത്തൊരു ചോദ്യം: സർ, I am a CBSE board class 12 student. While I was filling my registration form, they asked me for my 11th roll number. Since CBSE does not have a board exam in 11th, I wasn't issued with a roll number for class 11. So what should I do, sir? നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ തൊട്ട് പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. നമുക്ക് 10th കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ക്ലാസ് 11 ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൻ്റെ 1ാമത്തെ കോളത്തിൽ പാസ്ഡ് എന്നാണ് എല്ലാവർക്കും കിടക്കുന്നത്. ആ പാസ്ഡിൻ്റെ കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് വരും. ആ നോട്ട് ആപ്ലിക്കബിൾ ആണ് CBC ISC വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ സർ, അടുത്തൊരു ചോദ്യം സുബിഷാജി എന്ന് പറയുന്ന പ്രേക്ഷകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം: സർ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എടുത്തു വെച്ചാൽ അഡ്മിഷൻ ടൈമിൽ അത് കൊടുത്താൽ മതിയോ, അതോ പുതിയത് എടുക്കേണ്ടി വരുമോ? 1 വർഷം വാലിഡിറ്റി ഉള്ള, അതായത് നമുക്ക് അഡ്മിഷന് ചെല്ലുമ്പോൾ വാലിഡിറ്റി ഉള്ള എല്ലാ നോൺ ക്രിമിനലും വാലിഡാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ജനുവരി എടുത്താലും ഫെബ്രുവരി എടുത്താലും മാർച്ച് മാസത്തിലെടുത്താലും തഹസീൽദാർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഓൾ ഇന്ത്യ അഡ്മിഷന് വാലിഡാണ്. ഓക്കെ സർ, അടുത്തൊരു ചോദ്യം പ്രവീണ എന്ന് പറയുന്നൊരു പ്രേക്ഷകരെയാണ്. സർ, ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ സൈൻ ബ്ലൂ ഇങ്ക് ആണ് യൂസ് ചെയ്തത്, അത് കുഴപ്പമുണ്ടോ? നമുക്ക് അഭികാമ്യമായ കാര്യങ്ങൾ കുറേ എണ്ണം നമ്മുടെ നീറ്റിൻ്റെ ബ്രോഷറിൽ പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോട്ടോയിൽ പേരും ഡേറ്റും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളിനകത്താണ് വൈറ്റ് അല്ല ബ്ലൂ ഇങ്ക് അല്ല ബ്ലാക്ക് ഇങ്ക് കൊണ്ടൊക്കെ വേണമെന്ന് പറയുന്നത്. അതൊന്നും ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതോ ഫോട്ടോയോ സിഗ്നേച്ചറോ റിജക്റ്റ് ചെയ്യുന്നതോ ഒന്നും അല്ല. സൈന് ബ്ലൂവോ ബ്ലാക്കോ തമ്പ് ഇംപ്രഷൻസ് വയലറ്റ് കളറോ ഏത് വേണമെങ്കിലും ആകാം. ആ ഇമേജുകൾ തിരിച്ചറിയാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. സർ, അടുത്തൊരു ചോദ്യം: കീം രജിസ്റ്റർ ചെയ്തു, എന്നാൽ ഓൾ ഇന്ത്യ കോട്ടയാണ് കിട്ടാൻ സാധ്യത, അതെങ്ങനെ ചെയ്യാം? ഓട്ടോണോമസിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക? നമ്മൾ മാർച്ച് 9 നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നു. മാർച്ച് ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ ആപ്ലിക്കേഷൻ വരുന്നു. നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നു. കേരള മെഡിക്കലിന് വേറെ പരീക്ഷയൊന്നുമില്ല, വെറുതെ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. മെയ് 5 നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നു. ജൂൺ 14 നീറ്റ് റിസൾട്ട് വരുന്നു.
ജൂൺ അവസാനത്തെ ആഴ്ച നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരള മെഡിക്കലിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ജൂലൈ ആദ്യത്തെ ആഴ്ച mcc.nic.in എന്ന മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, AFMC, ESI, IP ഡീംഡ് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുകയും ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ, നമുക്ക് ആഗ്രഹിച്ച സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പിന്നെ കേരള മെഡിക്കൽ ഓപ്ഷൻ കൊടുക്കാനേ പോകണ്ട. ഇനി നമുക്ക് ആ ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കേരള മെഡിക്കലിൻ്റെ അലോട്ട്മെൻ്റ് ആണ്, അവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. ഇനി ഓൾ ഇന്ത്യ കോട്ട വഴി മാത്രമേ പോകുന്നുണ്ടെങ്കിൽ കേരള മെഡിക്കലിൻ്റെ സൈറ്റിൽ, കേരള എൻട്രൻസ് കമ്മീഷൻ്റെ സൈറ്റിൽ ഓപ്ഷൻ കൊടുക്കാതിരുന്നാൽ മാത്രം മതിയാകും. സർ, അടുത്തൊരു ചോദ്യം. സർ, നീറ്റ് NCL സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് തഹസിൽദാർ ഫ്രം അക്ഷയ ചെയ്താൽ മതിയോ? തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റും നേരിട്ട് തഹസീൽദാരിൽ നിന്ന് മേടിക്കുന്ന സർട്ടിഫിക്കറ്റും ഒരേ വാല്യൂ ആണ്. നമുക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ മേടിച്ച് കയ്യിൽ വെക്കാം. ഓക്കെ സർ, അടുത്തൊരു ശ്വേത എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. SC സ്റ്റുഡൻസ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണോ? കഴിഞ്ഞ ഇയർ വേണ്ടായിരുന്നു, ഇപ്പം റിപ്പീറ്ററാണ്, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആണോ? ഇല്ല, നോൺ ക്രിമിനൽ എന്ന് പറയുന്നത് SCBC സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിനെയാണ് പറയുന്നത്. അത് ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, KU, KN വിഭാഗങ്ങൾ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അങ്ങനെയുള്ള OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്നതാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. SC ST വിഭാഗത്തിന് തഹസീൽദാരിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. നോൺ ക്രിമിനൽ അവർക്ക് ലഭ്യമാവുകയില്ല, അതല്ല വേണ്ടത് താനും. സർ, അടുത്തത് കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ മുൻഗണന ലഭിക്കുന്നതിന് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുട്ടികൾ ഹാജരാക്കേണ്ട രേഖ ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഓർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്? മാർച്ച് മാസം ആദ്യമാണ് നമുക്ക് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 19 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 7 കോളേജുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയാണ്. ആ കോളേജുകളിൽ ജനറലായിട്ടും മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കാൻ വേണ്ടിയിട്ട് ആ കാൻഡിഡേറ്റ് ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന ഏത് രേഖയും നമുക്ക് അപ്ലോഡ് ചെയ്യാം. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലോ, കുട്ടിയുടെ TCയിലോ, കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ, ഏത് സർട്ടിഫിക്കറ്റിലും ക്രിസ്ത്യൻ എന്നുണ്ടെങ്കിൽ അത് മതിയാകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, തഹസീൽദാരിൽ നിന്ന് കിട്ടുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും കേരള മെഡിക്കലിന് നമുക്ക് ഈ പറയുന്ന മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കും. സർ, അടുത്തൊരു ചോദ്യം. നീറ്റ് എത്ര പ്രാവശ്യം എഴുതാൻ സാധിക്കും? 2007 ഡിസംബർ 31 മുമ്പ് ജനിച്ച ഒരു വിദ്യാർത്ഥിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നീറ്റ് എക്സാം എഴുതാം. ആ അഡ്മിഷൻ എടുക്കുന്ന വർഷം 17 വയസ്സാകണമെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പർ ഏജ് ലിമിറ്റോ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സോ ബാധകമല്ല. അദ്ദേഹത്തിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം, ഏത് പ്രായത്തിലും നീറ്റ് എക്സാം എഴുതാം. സർ, അടുത്തൊരു ചോദ്യം. CMC വെല്ലൂർ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അറിഞ്ഞു. സാർ, അത് കണ്ടപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്. അവിടെ അഡ്മിഷൻ ലഭിക്കാൻ 670-680 റേഞ്ച് വേണമെന്ന് സാറ് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്കോർ റേഞ്ചിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കില്ലേ? സാർ, ഇതൊന്ന് വിശദമാക്കാമോ? CMC വെല്ലൂരിൽ ജനറൽ വിഭാഗത്തിൽ ഓപ്പൺ കാറ്റഗറിയിൽ 2 സീറ്റുകളേ ഉള്ളൂ. അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിന് യാതൊരുവിധ റിസർവേഷനും പരിഗണിക്കാതെ 2 സീറ്റുകളാണുള്ളത്. ആ 2 സീറ്റുകളിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും അഡ്മിഷൻ പോയത് 670 മാർക്കിന് മുകളിലുള്ള 2 കുട്ടികളാണ് അവിടെ അഡ്മിഷൻ എടുത്തത്. CMC വെല്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു 5 മെഡിക്കൽ കോളേജിൽ എടുക്കാമെങ്കിൽ അതിനകത്ത് ഒന്നായിട്ട് വരും. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് CMC വെല്ലൂരിൽ. ഒരുപക്ഷെ നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെയുള്ളൊരു തലമുറയ്ക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ, അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ്, അതിൻ്റെ അവസാന വാക്കായിരുന്നു CMC വെല്ലൂർ. അത്രയധികം വലിപ്പമുള്ളതും അത്രയധികം ഡിപ്പാർട്ട്മെൻറ്റുകളുള്ളതും ഇന്നും ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്കാഡമിക് രീതി നിലനിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് CMC വെല്ലൂരിൽ. അവിടുത്തെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെല്ലായിടത്തും അംഗീകരിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. അതുകൊണ്ട് അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഏറ്റവും വലിയ ഒരു മെറിറ്റാണ്. അപ്പം അത് പലർക്കും എയിംസിൽ പഠിക്കുന്നത് പോലെ തന്നെയും അല്ലെങ്കിൽ മറ്റൊരു കോളേജിൽ പഠിക്കുന്നതിനേക്കാളും മെറിറ്റാണ് CMC വെല്ലൂരിൽ. ചില കുട്ടികൾക്ക് അതൊരു താല്പര്യം. അതുകൊണ്ടാണ് ഈ മെറിറ്റ് നമുക്കറിയാം. 670 അപ്പുറത്ത് മാർക്കുള്ള കുട്ടി എയിംസ് ഭുവനേശ്വറോ ഭോപ്പാലോ ജിപ്മറോ അതാത് സ്റ്റേറ്റുകളിലെ ടോപ്പ് കോളേജൊക്കെ കിട്ടുമെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് അത്രയധികം മെറിറ്റ് ഉള്ളത് കൊണ്ടാണ് CMC വെല്ലൂരിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഫീസും വളരെ കുറവാണ്. 56,000 രൂപ മാത്രമേ എല്ലാവർക്കും ഫീസുള്ളൂ. അപ്പം 56,000 രൂപ ക്രമത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ 5 സ്ഥാനത്തിനകത്ത് വരുന്നൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എത്ര മാർക്ക് എത്ര റാങ്ക് എന്നുള്ളതിനപ്പുറത്ത് ആ സീറ്റ് എടുക്കും.
പിന്നെ ഒരു കാര്യം, MBBS ഹൗസ് സർവൻസും കഴിഞ്ഞിട്ട് 2 വർഷത്തെ ബോണ്ട് അവിടെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. സാർ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, സാർ OEC ധീവര കാറ്റഗറി സ്റ്റുഡൻസിന് MBBS സെൽഫ് ഫിനാൻസിൽ കിട്ടിയാൽ അവരുടെ ഫീസ് ഫിഷറീസിൽ നിന്ന് അടയ്ക്കുമെന്ന് കേട്ടു, ശരിയാണോ? ധീവര വിഭാഗത്തിന് നമുക്കായിട്ട് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ധീവര വിഭാഗമാണെങ്കിൽ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസിലുള്ള നോൺ ക്രിമിനലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണെങ്കിലും നമ്മളായിട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 23,000 രൂപയും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 7.5 ലക്ഷവുമാണ് ട്യൂഷൻ ഫീസ്. 1 രൂപ പോലും ആ കാൻഡിഡേറ്റോ പേരൻസോ അടയ്ക്കേണ്ടതായിട്ടില്ല. അത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അടയ്ക്കുന്നത്. എന്നാൽ അവിടെ വരുന്ന ചിലവുകൾ, ഹോസ്റ്റൽ ഫീസ്, സ്റ്റഡി മെറ്റീരിയൽ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അത് അതാത് രക്ഷകർത്താക്കൾ നിർവഹിക്കുകയും ചെയ്യണം. സാർ അടുത്തൊരു ചോദ്യം, സാർ മകൾ മാഫി പുതുച്ചേരിയിലും അച്ഛൻ കേരളത്തിലുമാണ്. അപ്പോൾ കീമിന് അപേക്ഷിക്കുമ്പോൾ OBC NCL അച്ഛൻ്റെ പേരിലാണോ മകളുടെ പേരിലാണോ എടുക്കേണ്ടത്? OBC നോൺ ക്രിമിനൽ കുട്ടിയുടെ പേരിലുള്ളതാണ് വേണ്ടത്. ഇൻകം പോലെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് പേരൻറ്റിൻ്റെ പേരിൽ വേണ്ടത്. സാർ അടുത്തൊരു ചോദ്യം അഞ്ജന എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, സാർ ESI റിസർവേഷനുള്ള കുട്ടിക്ക് EWS കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് വേണമെന്ന് പറയാമോ? ESI റിസർവേഷൻ എന്ന് പറയുന്നത് ESIയുടെ 11 മെഡിക്കൽ കോളേജിലെ 35% സീറ്റുകൾ, 450 സീറ്റുകളാണ്. 24,000 രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ. EWS OBC SC ST എന്നൊക്കെ പറയുന്നത് കാറ്റഗറി റിസർവേഷനാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. ESI ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും EWS സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും EWS റിസർവേഷൻ കിട്ടും. അദ്ദേഹം ESI ഉണ്ടെങ്കിൽ ഇനി വിശ്വകർമ്മയോ ഈഴവയോ മുസ്ലിമോ ആണെങ്കിൽ നോൺ ക്രിമിനൽ തഹസീൽദാരിൽ നിന്ന് കിട്ടുമെങ്കിൽ ESIയും കിട്ടും, ESIക്കകത്ത് OBCയും കിട്ടും. SCയോ STയോ PWD ആണെങ്കിൽ ESIയും കിട്ടും, അതാത് റിസർവേഷനും കിട്ടും. അപ്പം കാറ്റഗറി എന്താണ്, ESI എന്താണെന്ന് ഇത് രണ്ടും രണ്ടാണ്. ഇനി നമുക്ക് EWS തഹസീൽദാരിന് EWS ഉണ്ട്, ESIയും ഉണ്ടെങ്കിൽ 500 മാർക്കാണെങ്കിലും 85,000 ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിലും കഴിഞ്ഞ വർഷം MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. സാർ അടുത്തൊരു ചോദ്യം, ഹായ് ശിവൻ സാർ, ഞാൻ ജഷീല ഫ്രം ബാംഗ്ലൂർ. എൻ്റെ മകൾ 1 ഇയർ ഡ്രോപ്പ് അടുത്ത് പാലാ ബിർലിൻ്റെ റിപ്പീറ്റ് ചെയ്യുകയാണ്. മകൾ LKG to 12th വരെ പഠിച്ചിരിക്കുന്നത് ബാംഗ്ലൂരാണ്. എൻ്റെ മോൾക്ക് കേരളത്തിലൊരു ഗവൺമെൻറ് MBBS കോളേജ് മെറിറ്റ് സീറ്റ് കിട്ടാൻ എത്ര മാർക്ക് വേണം? കീം എഴുതണോ? മോള് OBC 2B കാറ്റഗറിയാണ്. ബാംഗ്ലൂർ തഹസിൽദാർ സൈൻ ചെയ്തിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. കീം എഴുതാൻ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണോ? പ്ലീസ് റിപ്ലൈ സാർ. ഇദ്ദേഹത്തിന് കേരളവുമായിട്ടുള്ള ബന്ധം പറയുന്നതിൽ മറന്നുപോയിട്ടുണ്ട്. അതായത് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പ്രേക്ഷകർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് കേരളത്തിലൊരു സീറ്റ് വേണ്ടതെങ്കിൽ നമുക്കറിയാം, വളരെ ഉയർന്ന റാങ്ക് തന്നെ, 10,000 ഓൾ ഇന്ത്യ റാങ്ക് തന്നെ, 640 മാർക്കിനെടുത്തുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലെ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കേരള റിസർവേഷൻ ഉള്ളതാണെങ്കിൽ ഒരു 610 മാർക്ക് വരെയാണെങ്കിലും റിസർവേഷനുള്ള കാറ്റഗറിക്ക് കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടും. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് ഇവിടെ ഒരു പരീക്ഷയുമില്ല, ഒരു സംസ്ഥാനത്തും പരീക്ഷയില്ല. അതാത് സംസ്ഥാനങ്ങളിലെ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളിൽ അതാത് എലിജിബിലിറ്റി ഉള്ളവർ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം കർണാടകത്തിൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കാണും. അതുപോലെ തന്നെ കേരളത്തിൽ എലിജിബിലിറ്റി ഉണ്ട്, കേരള മെഡിക്കലിനും അപ്ലൈ ചെയ്യാം. അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ പഠിച്ചാൽ മതി. തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇവിടങ്ങളിൽ ഒന്നും MBBSനോ BDSനോ പ്രത്യേക ഒരു പരീക്ഷയുമില്ല. എല്ലാത്തിലും നീറ്റിൻ്റെ മാർക്കിനനുസരിച്ച് അതാത് സ്റ്റേറ്റ് റാങ്ക് പ്രിപ്പയർ ചെയ്താണ് സ്റ്റേറ്റ് കോട്ട കൊടുക്കുന്നത്. അതല്ലാതെ മറ്റൊരു സ്റ്റേറ്റിൽ ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനം ലഭിക്കുകയും ചെയ്യും. അപ്പം കേരള വഴിയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ റിസർവേഷൻ ഉള്ള ആളാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് കഴിഞ്ഞോണെ 640 വരെയും റിസർവേഷനുള്ള വിഭാഗത്തിന് 610 വരെയും പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിൽ ഏതാണ്ട് ഒരു 640 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് ഒരു 3 അലോട്ട്മെൻറ്റിലെങ്കിലും കിട്ടാനുള്ള സാഹചര്യമുള്ളൂ. സാർ അടുത്തൊരു ചോദ്യം, സാർ ഡിഫൻസ് കോട്ടയെക്കുറിച്ച് പറയാമോ? റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടാകും? ഡിഫൻസിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ യാതൊരുവിധ റിസർവേഷനുമില്ല. നീറ്റിന് നോർമലായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്താൽ മതിയാകും. മാർച്ചിൽ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ സർവീസ് ഇൻ ഡിഫൻസ് എന്ന കോട്ടയുണ്ട്. അതിന് ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഫോം ഡൗൺലോഡ് ചെയ്യുകയും ഏത് ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ കമാൻഡറെ കൊണ്ട് സൈൻ ചെയ്തിട്ട് കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. കേരളത്തിൽ SD എന്ന വിഭാഗം, സർവീസ് ഇൻ ഡിഫൻസ് എന്ന വിഭാഗത്തിൽ സീറ്റ് കിട്ടും. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം സെൻറ്റർ പൂൾ കോട്ടയ്ക്ക് ഏത് ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് നേരിട്ട് അയച്ചു കൊടുത്ത് 45 സെൻട്രൽ പൂൾ കോട്ട MBBSനായിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാം. അത് കേരളവുമായിട്ട് ബന്ധമില്ല. നീറ്റ് ഓൾ ഇന്ത്യ ആയിട്ട് ബന്ധമില്ല. നീറ്റ് റിസൾട്ട് വന്നിട്ട് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ കേരള മെഡിക്കലിന് സീറ്റുണ്ട്,
സെൻട്രൽ പൂൾ കോട്ട രണ്ടാമതായിട്ടുണ്ട്. AFMCയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുള്ളത്. പിന്നെ ഇതും കൂടാതെ നമുക്ക് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഡൽഹിയിൽ ആർമി മെഡിക്കൽ കോളേജ്. അവിടെയും അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. സർ, അതുപോലെ അബ്ദുൽ നാസഫ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു ചോദ്യമാണ്. നീറ്റ് ആപ്ലിക്കേഷനിൽ ആദ്യ സ്റ്റെപ്പിൽ ആധാർ കൊടുത്ത് OTPയും കൃത്യമാണെന്ന് ഡബിൾ ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടും ഇൻവാലിഡ് സർട്ടിഫിക്കറ്റ് ഐഡൻറ്റിഫയർ ഇൻ CA ആട്രിബ്യൂട്ട് ഓഫ് സ്കീ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. പല പ്രാവശ്യം ശ്രമിച്ചു, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ആ ഏത് മൊബൈലിലോട്ടാണോ OTP വരേണ്ടത് അതുമായിട്ട് ആ NTA ആ ഉദയയുടെ ഡേറ്റയുമായിട്ട് ലിങ്ക് ചെയ്യാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് കാണിക്കുന്ന ഒരു കീവേഡ് മാത്രമാണ് അത്. അല്പസമയത്തിന് ശേഷം ഇപ്പോൾ പല സമയം അദ്ദേഹം ചെയ്ത് നോക്കി, അങ്ങനെ ഇപ്പോൾ കാണിച്ചത് മറ്റൊരു സമയത്ത് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും OTP കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യം സെബാസ്റ്റ്യൻ ആണ് പ്രേക്ഷകന്റെ പേര്. സെൻറ് ജോൺസിൽ മെഡിക്കൽ കോളേജ് ഡിസേബിൾഡ് ആയിട്ടുള്ള റോമൻ കാത്തലിക്സിന് സീറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒന്ന് പറയാമോ? PWD വിഭാഗത്തിന് സെൻറ് ജോൺസിൽ പ്രത്യേക സീറ്റില്ല. റോമൻ കാത്തലിക്സിനായിട്ടും കർണാടകത്തിലുള്ള റോമൻ കാത്തലിക്സിനും സിസ്റ്റേഴ്സിനും അങ്ങനെ, അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിനും അങ്ങനെ മാത്രമേ സീറ്റുള്ളൂ. PWD വിഭാഗത്തിനായിട്ട് സെൻറ് ജോൺസിൽ പ്രത്യേക റിസർവേഷനുകൾ നിലവിലില്ല. ഓക്കെ സർ, അൽഫോൺസ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. സർ, വാട്ട് അബൌട്ട് എക്സ് ഡിഫൻസ് കോട്ട? എക്സ് സർവീസ്മെൻ കോട്ടയായിരിക്കാം ഉദ്ദേശിച്ചത്. ഇപ്പം നീറ്റുമായിട്ട് സംബന്ധിച്ച് അങ്ങനെ ഒരു സീറ്റില്ല. കേരള മെഡിക്കലിന് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ എക്സ് സർവീസ്മെൻ എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് പ്രോസ്പെക്ടസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ച് കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ 6 സീറ്റുകൾ കൂടുതലായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അനുവദിക്കും. സാർ, ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഐ ഫൗണ്ട് ദിസ് ആർട്ടിക്കിൾ ഫ്രം ഗൂഗിൾ സെർച്ച്, ഐ വിൽ കോപ്പി ആൻഡ് പേസ്റ്റ് ഇറ്റ്. അദ്ദേഹം ഗൂഗിൾ സെർച്ചിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു കാര്യം നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവം ഇതാണ്, OEC കാറ്റഗറി കൊടുക്കുന്ന ആള് ഏത് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം? നമുക്ക് OEC അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എലിജിബിൾ കമ്മ്യൂണിറ്റി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അത് SC വിഭാഗത്തിലുള്ള ചില വിഭാഗങ്ങൾ OECക്കകത്ത് വരും, ST വിഭാഗത്തിലുള്ള ചില വിഭാഗങ്ങൾ OECക്കകത്ത് വരും, അത് ജനറൽ വിഭാഗത്തിലുള്ള കുറച്ച് പേര് OECക്കകത്ത് വരും, OBC വിഭാഗത്തിലുള്ളവർ വരും. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ncbc.nic.in എന്ന വെബ്സൈറ്റിനകത്ത് നമ്മളുടെ ജാതി ഏത് കാറ്റഗറിയിലാണെന്നാണ് നോക്കേണ്ടത്. അപ്പം ഞാൻ ഈഴവയാണെങ്കിൽ എൻ്റെ ഈഴവ എന്ന് പറയുന്നത് NCBCക്കകത്ത് കിടക്കുന്ന ഏതിനകത്താണ്? OBCക്കകത്ത് കിടക്കുന്നത്. അപ്പം ഞാൻ തഹസീൽദാരിൽ നിന്ന് കിട്ടും, നോൺ ക്രിമിനൽ കിട്ടുമെങ്കിൽ OBC എന്ന് വെക്കും. വെളുത്തെടുത്ത് നായർ എന്ന വിഭാഗം എവിടെയാണ് കിടക്കുന്നത്? OBCക്കകത്താണെങ്കിൽ OBC നോൺ ക്രിമിനൽ എന്ന് വെക്കും. മറ്റൊരു വിഭാഗം കൊടുക്കുമ്പോൾ NCBCക്കകത്ത് നാഷണൽ ലിസ്റ്റിൽ അത് SC എന്നാണ് കിടക്കുന്നതെങ്കിൽ തഹസീൽദാരിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ SC എന്നാണ് വെക്കേണ്ടത്. നമ്മളുടെ കാറ്റഗറി സ്പെസിഫൈ ചെയ്യുകയല്ല, ഏത് ഗ്രൂപ്പ് എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ജാതി സെൻട്രൽ ലിസ്റ്റിൽ ഏത് വിഭാഗത്തിലാണോ, OBCയിലാണോ, SCയിലാണോ, STയിലാണോ എന്ന് നോക്കുക. അതിനനുസരിച്ചാണ് കാറ്റഗറി നമ്മൾ നീറ്റിന് കൊടുക്കേണ്ടത്, നാഷണൽ ലെവലിൽ കൊടുക്കേണ്ടത്. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ചെയ്യുമ്പം, കേരളത്തിൽ നമ്മുടെ പ്രോസ്പെക്ടസിനകത്ത് ഇതെല്ലാം സെപ്പറേറ്റ് പറയുന്നുണ്ട്, ഇതെല്ലാം ഏത് വിഭാഗത്തിന്. അപ്പോൾ കേരളത്തിൽ കീമിന് അപ്ലൈ ചെയ്യുമ്പം കേരള മെഡിക്കലിൻ്റെ പ്രോസ്പെക്ടസിനെ ആധാരമാക്കിയാണ് നമ്മൾ കാറ്റഗറി കൊടുക്കേണ്ടത്. നീറ്റിന് ചെയ്യുമ്പോൾ സെൻട്രൽ ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാറ്റഗറി കൊടുക്കേണ്ടത്. അത് പല വിഭാഗങ്ങളും ഉണ്ടാവും. SCക്കകത്തുള്ളവരുണ്ട്, STക്കകത്തുള്ളവരുണ്ട്, ജനറലുണ്ട്. അത് താങ്കളുടെ ജാതി ഏതിനകത്താണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് തഹസീൽദാർ സർട്ടിഫിക്കറ്റ് തരികയും ചെയ്യണം നീറ്റിന്, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന്. കേരളത്തിൽ നമുക്കറിയാമല്ലോ വില്ലേജ് ഓഫീസറാണ് നൽകേണ്ടത്. സാർ, അടുത്തൊരു ചോദ്യം. സാർ, ക്യാൻ യു പ്ലീസ് ടെൽ ഇഫ് ഇറ്റ് ഈസ് നെസസറി ടു ബിലോങ് ടു ദ minority network in the management quota seats in CMSC Vellore, or can anyone from minority network sponsor the student if the student doesn't belong to minority network? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ലെങ്കിലും, അതായത് ഒരു സ്റ്റുഡൻറ്റ് മൈനോറിറ്റി നെറ്റ്വർക്ക് അല്ലാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരാൾ സ്പോൺസർ ചെയ്താൽ കിട്ടുമെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണെങ്കിലും കാൻഡിഡേറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ, ഏത് ക്രിസ്ത്യനാണെന്നുണ്ടെങ്കിലും 62ാമത്തെ കോട്ട അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആ സ്പോൺസർഷിപ്പ് അപ്ലൈ ചെയ്യും, അതിനാധാരമായിട്ടുള്ള കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യാം. യാക്കോബൈറ്റ്, മലങ്കര അല്ലെങ്കിൽ ആ വിഭാഗങ്ങളാണെങ്കിൽ, CSI വിഭാഗങ്ങളാണെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ഓഫീസുമായിട്ട് ചോദിക്കട്ടെ, അവരെന്താണോ CMC വെല്ലൂരിൻ്റെ സ്പോൺസർഷിപ്പിന് ചെയ്യേണ്ടത്. ചിലർ ബൈബിൾ ടെസ്റ്റ് ആയിരിക്കാം, ചിലർ അപ്ലൈ ചെയ്താൽ മതി, ചിലർ സെപ്പറേറ്റ് DD എടുത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പം അതേത് രീതിയാണോ
സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. അത് CMC വെല്ലൂരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. എല്ലാ ക്രിസ്ത്യൻസിനും ചെയ്യാൻ പറ്റുന്ന, കാത്തലിക് വിഭാഗം ഉൾപ്പെടെ എല്ലാ ക്രിസ്ത്യൻസിനും, ഓർത്തഡോക്സ് വിഭാഗമൊക്കെയുള്ള എല്ലാ ക്രിസ്ത്യൻസിനും ചെയ്യാൻ പറ്റുന്നത് 62ാമത്തെ അണ്ടർ ഗ്രാജുവേറ്റ് മൈനോറിറ്റി ഫോർ ക്രിസ്ത്യൻസ് എന്നുള്ളത് കൊടുക്കുകയും അത് കാൻഡിഡേറ്റ് തന്നെ അതായിരിക്കണം, കാത്തലിക്സോ അല്ലെങ്കിൽ ഓർത്തഡോക്സോ ക്രിസ്ത്യൻ ആയിരിക്കുകയും അനക്ഷർ 4 പൂരിപ്പിച്ച് ബാപ്റ്റിസം കൂടെ കൂട്ടിയിട്ട് CMC വെല്ലൂരിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം. സാർ, അടുത്തൊരു ചോദ്യം. സാർ, ആയുഷ് മാറ്റിയോ നീറ്റിൽ നിന്ന് 2023 ഡിസംബറിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. ആയുർവേദത്തിന് താല്പര്യമുള്ള കൂടുതൽ കുട്ടികളെ കണ്ടെത്തുന്നതിലേക്കായിട്ടും താല്പര്യമുള്ളവരെ മാത്രം ആ മേഖലയിലോട്ട് പ്രവേശനം കൊടുക്കുന്നതിനുമായിട്ട് ജൂൺ മാസത്തിൽ നീറ്റ് പോലെ തന്നെ മറ്റൊരു ദേശീയ പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട് എന്നുള്ളത്. ആ നോട്ടിഫിക്കേഷൻ വന്നു എന്നല്ലാതെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കടന്നിട്ടില്ല. 2024 ഫെബ്രുവരിയിൽ നീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഈ വർഷം എല്ലാ കോഴ്സുകളും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ MBBSഉം BDSഉം ആയുർവേദവും ഹോമിയോയും സിദ്ധയും യുനാനിയും എല്ലാം മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാമിൽ നിന്ന് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. സാർ, അടുത്തൊരു ചോദ്യം മായ സുരേഷ് എന്ന് പറയുന്ന പ്രേക്ഷകരുടെയാണ്. എൻ്റെ റേഷൻ കാർഡിൽ 12,000 രൂപ വെച്ച് ഓൾറെഡി ഇൻകം സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കാര്യം വന്നപ്പോൾ അച്ഛൻ NRI ആയത് കാരണം സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. സാർ പറയുന്നത് ഇൻകം കൂട്ടി വെക്കണമെന്നാണ്. ഇൻ കേസ് അങ്ങനെ ചെയ്താൽ ഓൾറെഡി അപ്രൂവ് ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ് പിന്നെ ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയാണ്, എന്താ ചെയ്യുക? നമ്മൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടോ കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടോ ഇൻകം സർട്ടിഫിക്കറ്റിന് യാതൊരുവിധ സാധുതയുമില്ല. ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും OEC കാറ്റഗറി അല്ലാത്തവർക്ക് യാതൊരു കാര്യവുമില്ല. അതായത് നമുക്ക് വേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. താങ്കൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിനൽ കിട്ടുമെങ്കിൽ അത് കേരള മെഡിക്കലിന് OBC നിന്ന് കിട്ടാൻ ഘടകമാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് OBC എന്നുള്ള റിസർവേഷൻ കിട്ടും. അതല്ലാതെ ഇൻകത്തിന് മറ്റൊരു മാനദണ്ഡമില്ല. റേഷൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഇൻകം വെച്ചിട്ട് ഒരിടത്തും ഇൻകം സർട്ടിഫിക്കറ്റ് നൽകുകയുമില്ല. റേഷൻ കാർഡ് എത്രയോ പഴയതാണ്. അതിനകത്തുള്ള ഇൻകം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല വില്ലേജ് ഓഫീസർ ഇൻകം സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ളത്. ഇൻകം സർട്ടിഫിക്കറ്റിന് കേരള മെഡിക്കലുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അതിവിടെ പ്രസ്താവ്യമല്ല. എങ്കിൽ പോലും റേഷൻ കാർഡിലെ ഇൻകം വെച്ചിട്ടല്ല ഇൻകം നോക്കേണ്ടത്. കറൻ്റ്ലി ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് താങ്കളുടെ വരുമാനം സ്രോതസ്, അതിൻ്റെ എല്ലാം കൂടിയുള്ള ആകെത്തുകയാണ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം രമ്യ മേനോൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ്. അദ്ദേഹം നമ്മുടെ സ്ഥിരം ഒരു പ്രേക്ഷകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ക്യാൻ യു പ്ലീസ് ടെൽ ദ കട്ട് ഓഫ് ഫോർ ജനറൽ കാറ്റഗറി ഫോർ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസ് ഇൻ കേരള? കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത്. 7.5 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് ഏതാണ്ട് എല്ലാ കോളേജുകളിലും. അത് 7 ലക്ഷം മുതൽ 8.5 ലക്ഷം വരെയുള്ള വിവിധ കോളേജുകളുണ്ട്. ഒരു കോളേജിൽ വിവിധ ഫീസുകളല്ല, ഒരു കോളേജിൻ്റെ തന്നെ ഫീസിലുള്ള വ്യത്യാസമാണ്. ചില കോളേജുകളിൽ 7.5 ആണെങ്കിൽ ചില കോളേജിൽ 8.5 ലക്ഷമാണ്. അതാണ് സാധാരണ വാർഷിക ഫീസ്. 2023 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 9,400 വരെയൊക്കെയുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 3 അലോട്ട്മെൻറ്റ് വഴി കിട്ടിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഏതാണ്ട് 495 മാർക്ക്. നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ നമുക്കൊരു 500 മാർക്കെങ്കിലും ഉണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷവും സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്, ജനറൽ വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാം. 500 ആയിരിക്കും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഏതാണ്ട് ഒരു കട്ട് ഓഫ് മാർക്കെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ജനറൽ വിഭാഗത്തിന്. സാർ, രവി എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ്റെ ചോദ്യമാണ്. എൻ്റെ മകളുടെ ആധാർ കാർഡിൽ എൻ്റെ പേര് രവി IG എന്നാണ്. എന്നാൽ കുട്ടിയുടെ 10th മാർക്ക് ലിസ്റ്റിൽ എൻ്റെ പേര് IG രവി എന്നാണ്. എഴുതിയപ്പോൾ കുഴപ്പമുണ്ടായില്ല. പുതുക്കിയ ആധാറിൽ ഫാദേഴ്സ് നെയിം പ്രിൻറ്റ് ചെയ്തിട്ട് ആധാർ നോക്കിയാൽ ഈ തെറ്റ് കാണാൻ സാധിക്കില്ല. ബയോമെട്രിക് എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുമോ? ആധാർ കാർഡിലെ പേര് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? യാതൊരു കാര്യവുമില്ല. കാരണം ഒന്ന് അച്ഛൻ്റെ പേരാണ്, അതുകൊണ്ട് അത് നമുക്ക് അവിടെ നോക്കുന്നതല്ല. കുട്ടിയുടെ പേരും അതുപോലെ തന്നെ കുട്ടിയുടെ ഫോട്ടോയും മാത്രമാണ് ആധാറിൽ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് IG രവി എന്ന് പറയുന്നതും രവി IG എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. പ്രത്യേകം നീറ്റിനും കേരള മെഡിക്കലിനും എല്ലാം നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇനിഷ്യലിൻ്റെ പൊസിഷനോ സ്പേസോ ഒരിക്കലും ക്യാരക്ടറായിട്ട് റീഡ് ചെയ്യുകയല്ല. ശിവകുമാർ എന്ന് പറയുന്നത് ശിവ കഴിഞ്ഞിട്ട് കുമാറിന് സ്പേസ് ഉണ്ടെങ്കിലും ശിവകുമാർ എന്ന് ഒറ്റ വാക്കാണെന്നുണ്ടെങ്കിലും ഒരാൾ തന്നെയാണ്, അതിനൊരു വ്യത്യാസവുമില്ല. EP ശിവകുമാർ എന്ന് പറയുന്നതും ശിവകുമാർ EP എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊരു 1 and same സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. യാതൊരു തരത്തിലും താങ്കൾ ഇത് തിരുത്തേണ്ടതായിട്ടില്ല.
കൃത്യമാണ് രേഖകൾ. സർ, റിസ്വാന എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ്. ഹലോ സാർ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. സോ നീറ്റ് എഴുതിയാൽ ബയോളജി എടുത്ത് പഠിക്കേണ്ടതുണ്ടോ? രജിസ്ട്രേഷൻ ടൈമിൽ +2 റെഗുലറിൻ്റെയും ബയോളജി സബ്ജക്റ്റിൻ്റെയും ഓപ്പണായി ചെയ്യുന്നതിൻ്റെയും 2 രജിസ്ട്രേഷൻ നമ്പർ ആവുമല്ലോ. അത് നീറ്റ് രജിസ്ട്രേഷൻ സമയത്ത് മറ്റ് പ്രൊസീജിയറിൻ്റെ സമയത്തോ പ്രോബ്ലമായി വരുമോ? ഈ വർഷത്തെ ഒരു 2023 നവംബറൊക്കെ ആയപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സബ്ജക്റ്റുകളാണ് +2-ന് 50% മാർക്കോടുകൂടി നീറ്റിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ സബ്ജക്റ്റുകൾ നമുക്ക് കഴിഞ്ഞ വർഷം വരെ 2023 വരെ 2 വർഷത്തെ ഒരു റെഗുലർ ബാച്ചിൽ പഠിച്ചെങ്കിൽ മാത്രമേ എലിജിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ടില്ല എന്ന കാരണത്താൽ നീറ്റിന് പ്രവേശനം നിഷേധിക്കരുത്. ഒരു പ്രൈവറ്റായിട്ടാണ് ആ സബ്ജക്റ്റ് എഴുതിയെടുക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് അല്പം തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയെന്ന് സംശയമുണ്ട്. ബയോളജി പഠിക്കാത്ത ഒരാൾക്ക് നീറ്റ് കിട്ടുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ബയോളജി പഠിക്കാത്ത ഒരാൾക്ക് കിട്ടില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ട് ബയോളജി പ്രൈവറ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റിന് എലിജിബിലിറ്റി കിട്ടും. അങ്ങനെയുള്ള ഒരാൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ബേസിക് ആയിട്ട് +2 പഠിച്ച എന്താണോ ആ രജിസ്ട്രേഷൻ നമ്പറും അതാണ് ഫോളോ ചെയ്യേണ്ടത്. ബയോളജി അഡീഷണൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ടോ, ബയോളജി എന്നില്ല, കെമിസ്ട്രിയോ ഫിസിക്സോ ഇംഗ്ലീഷോ ഏത് അഡീഷണൽ ആയിട്ട് പഠിച്ചാണെങ്കിലും നീറ്റിന് എഴുതാം. പക്ഷേ അവർ ബേസിക് ആയിട്ട് +2-ന് ഏതാണോ പഠിച്ചത് ആ റോൾ നമ്പറും ആ മാർക്കുകളുമാണ് ഫോളോ ചെയ്യേണ്ടത്. സർ, അടുത്തൊരു ചോദ്യം. തമ്പ് ഇംപ്രഷൻ നേരെയാണ് അപ്ലോഡ് ചെയ്തത്, പക്ഷേ കൺഫർമേഷൻ പേജിലും ഇമെയിലിലും വന്നത് PDF-ലും വെർട്ടിക്കലി ചെരിഞ്ഞാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യും? കറക്ഷൻ വേണ്ടി വരുമോ? നമുക്ക് ഏത് ഡീറ്റെയിൽസ് മാർച്ച് 9-ാം തീയതിക്ക് ശേഷം എഡിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് അപ്ലോഡ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലും നമുക്കത് മാറ്റാമെന്ന് പറഞ്ഞു. ഇമേജസ്, നമ്മളൊരു A4-ൽ എടുക്കുന്ന ഇമേജസ് നമുക്ക് കാണുമ്പം അത് നേരെയാണെങ്കിലും അത് നേരെ തിരിഞ്ഞു വന്നു എന്ന് വിചാരിച്ചൊന്നും യാതൊരു കുഴപ്പവുമില്ല. കാരണം ഒരു കുട്ടിയുടെ 10 വിരലുകളും ആ അപ്ലൈ ചെയ്യുന്ന ആൾ തന്നെയാണ് പരീക്ഷ എഴുതുന്നതെന്നുള്ളത് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇമേജ് നേരെ ഇരുന്നാലും ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാലും അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. 10 വിരലുകളുമുണ്ട്, ഏതെങ്കിലും ഒരു വിരൽ പോലും മാച്ച് ആയി കഴിഞ്ഞാലും നമ്മുടെ തീർച്ചയായിട്ടും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ലോകത്തിൽ ആ ഒരു വിരൽ ഒരാളായിട്ട് മാത്രമല്ല മാച്ച് ചെയ്യുള്ളൂ. അപ്പം ഇമേജ് ചെരിഞ്ഞിരുന്നു എന്ന് വിചാരിച്ചത് മാറ്റി ചെയ്യേണ്ടതായിട്ടുള്ളതല്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അവസരമുണ്ട് താനും. സർ, അടുത്തൊരു ചോദ്യം. വിച്ച് മെഡിക്കൽ കോളേജ് ഹാവ് സ്പോർട്സ് കോട്ട ഇൻ കേരള? കേരളത്തിൽ സ്പോർട്സിന് 11 സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒഴിവാക്കിയുള്ള എല്ലാ കോളേജുകളിലും, ബാക്കി എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും സ്പോർട്സിന് ഓരോ സീറ്റുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന കോളേജ് എന്ന് പറയേണ്ടതായിട്ടില്ല. കോഴിക്കോടും തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എല്ലാ കോളേജിലും സ്പോർട്സിന് സീറ്റുണ്ട്. അത് ഗ്രൂപ്പ് ഇനത്തിലും ഇൻഡിവിജ്വൽ ഇനത്തിലും കൂടെയാണ് 11 സീറ്റെന്ന് മാത്രം. സർ, അടുത്തൊരു ചോദ്യം. സ്റ്റുഡൻസ് വേസ് ഗ്ലാസ് ആൻഡ് ദ അപ്ലോഡിംഗ് ഫോട്ടോ ഓൾസോ വിത്ത് ഗ്ലാസ് ഫോർ ഫോട്ടോ ID passport will be used, but in passport photo is without glass. Is there will be any problem? ഈ ഗ്ലാസ് ധരിക്കുന്നത് സംബന്ധിച്ച് കുട്ടികൾക്കിടയിൽ വ്യാപകമായൊരു സംശയമുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പോൾ കണ്ണാടി വെക്കണോ, ഇനി കണ്ണാടിയുള്ള ഫോട്ടോസ് ആണെങ്കിൽ ആ സമയത്ത് കണ്ണാടി ഇല്ലാതെ എഴുതിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഫോട്ടോ എന്ന് പറയുന്നതും കണ്ണാടി എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിയെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അത് കണ്ണാടി വെച്ചാണെങ്കിലും വെക്കാതെ ആണെങ്കിലും ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് പരീക്ഷ എഴുതിയെന്ന് അവർക്ക് ഉറപ്പാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഫോട്ടോയിൽ കണ്ണാടി ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതുമ്പോഴും കണ്ണാടി വേണമെന്നോ, ഫോട്ടോയിൽ കണ്ണാടി ഇല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ കണ്ണാടി വെക്കാതെ എഴുതണമെന്നോ ഒന്നും NTA-ക്ക് യാതൊരു നിഷ്കർഷയുമില്ല. നമുക്ക് നീറ്റ് എക്സാം ഏറ്റവും കംഫർട്ടായിട്ട് എഴുതാൻ, ഒരു ടെൻഷനും ഇല്ലാതെ എഴുതാൻ ഏതാണോ ഇതിനൊരു മാർഗം. ഇപ്പം കണ്ണാടി വെച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചോളവും ആ ഫോട്ടോ ഇല്ല എന്നുള്ള പേരിൽ അയാൾ അതിന് ടെൻഷൻ അടിക്കുമെങ്കിൽ കണ്ണാടി വെച്ച് ഫോട്ടോ എടുത്തേക്കുക, അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത് നമ്മളുടെ ടെൻഷൻ എന്താണെന്ന് ഓർത്താൽ മതി. NTA-ക്ക് അങ്ങനെ ഒരു നിബന്ധന ആധാറിൽ വേണമെന്നോ പാസ്പോർട്ടിൽ വേണമെന്നോ ഒന്നും കണ്ണാടി സംബന്ധിച്ചോ ഫോട്ടോ സംബന്ധിച്ചോ ഇല്ല. വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ഫോട്ടോയുടെ ഉദ്ദേശം. Sir, for students who are appearing for 2024 CBSE +2 exam, the roll number is showing mandatory. നമുക്ക് പല കുട്ടികൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട്, അഡ്മിറ്റ് കാർഡ് കിട്ടാത്തതുകൊണ്ട്, ബോർഡ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടാത്തതുകൊണ്ടാണ് സംശയം. 2024 ബോർഡ് എക്സാം എഴുതുന്ന എല്ലാവരും അവരുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കൽ പരീക്ഷകൾ എല്ലാവർക്കും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റോൾ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ റോൾ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോവുകയുള്ളൂ. സർ, രശ്മി എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ PW കാറ്റഗറി ചൂസ് ചെയ്തവർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അപ്ലോഡ് ചെയ്യേണ്ടത്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇൻ NTA ഏതെങ്കിലും ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടോ? സ്ക്രൈബിന് വേണമെന്നുണ്ടെങ്കിൽ NTA ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് അഡീഷണൽ ആയിട്ട് ഒരാളെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് പറയുന്നുണ്ടെന്നല്ലാതെ
ഇപ്പോൾ അപേക്ഷ സമയത്ത് പ്രത്യേകിച്ചൊരു ഫോർമുല UIDയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. PWD ആയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വേണ്ട. നമുക്ക് അതിനുശേഷം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കേരള മെഡിക്കലിൻ്റെ റിസർവേഷൻ കിട്ടണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും, ഓൾ ഇന്ത്യ ലെവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 17 മെഡിക്കൽ കോളേജിൽ എവിടെ നിന്നെങ്കിലുമുള്ള ഒരു PWD സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം താനും. സുരേഷ് റോബർട്ട് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ലൈക്ക് ഇഫ് വി പുട്ട് സെൻറ്റർ ഇൻ കേരള ക്യാൻ വി ചേഞ്ച് ടു ദുബായ് ലേറ്റർ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പെർമനന്റ് അഡ്രസ്സ് കേരളം, പ്രസന്റ് അഡ്രസ്സ് ദുബായ് വെക്കുന്നു. പിന്നീട് ഒരു അവസരത്തിൽ മെയ് 9 മുമ്പ് ദുബായ് സെൻറ്റർ അനുവദിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദുബായ് സെൻറ്റർ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മാർച്ച് 9 ശേഷമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് വെളിയിലത്തുള്ള സെൻറ്റർ അനുവദിക്കുന്നതെങ്കിലും അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിദേശത്ത് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ അപ്ലൈ ചെയ്തോളൂ, യാതൊരു കുഴപ്പവുമില്ല. പെർമനന്റ് അഡ്രസ്സ് കേരളവും പ്രസന്റ് നിങ്ങളുടെ വിദേശം വെച്ചിട്ട് ചെയ്യാം. എപ്പോൾ സെൻറ്റർ അനുവദിച്ചു കഴിഞ്ഞാലും നിങ്ങളെ മാറ്റാൻ അനുവദിക്കും. അതുകൊണ്ട് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൽ താമസിക്കണമെന്ന് താല്പര്യമില്ല. സർ, ആധാർ ലിങ്ക്ഡ് നമ്പർ വി ഡോണ്ട് ഹാവ് നൗ ആൻഡ് ആധാർ വാസ് ടേക്കൻ within she was 4 years old. Also passport validity has expired. What can we do? ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോൾ പാസ്പോർട്ട് ഉണ്ട് കയ്യിൽ. അപ്പം വാലിഡ് ID പ്രൂഫിൻ്റെ സ്ഥലത്താണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണ്ടത്. ഇതിപ്പോൾ ഒരു യൂണിക് IDയുടെ സ്ഥാനത്ത് ഇപ്പോൾ എക്സ്പയർ ആയിട്ടുള്ള ആ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ചെയ്യാം. അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആധാർ പുതിയ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുകയും പുതിയ ഫോട്ടോ ആധാറിലാക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സർ, ജസീന എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. സർ, മെയ് മാസം പരീക്ഷയ്ക്ക് ഏതെല്ലാം ID പ്രൂഫ് ഉപയോഗിക്കാൻ പറ്റും? മെയ് 5-ാം തീയതി നമുക്ക് നീറ്റ് എക്സാം ഹാളിൽ ആധാർ, ആധാർ, എൻറോൾമെൻറ്റ് ഫോം, അതുപോലെ വോട്ടേഴ്സ് ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയാണ് ഉപയോഗിക്കാവുന്ന. അതുപോലെ +2 ഹോൾ ടിക്കറ്റ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് കയ്യിൽ കരുതിയിരിക്കണം. സർ, നീറ്റിന് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വാല്യൂ ആണോ ISC സർട്ടിഫിക്കറ്റ് വാല്യൂ ആണോ? നീറ്റിന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, നീറ്റ് സംബന്ധിച്ചുള്ള സ്പോർട്സ് കോട്ട എന്നൊരു ഓൾ ഇന്ത്യ ലെവലിൽ സ്പോർട്സ് കോട്ട ഇല്ല. എന്നാൽ കേരള മെഡിക്കലിന് 11 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്പോർട്സ് കോട്ട ഉണ്ട് താനും. അപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമേ ഇല്ല. എന്നാൽ മാർച്ച് മാസത്തിൽ സ്പോർട്സിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം, കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ എന്ന സ്ഥലത്ത് സ്പോർട്സ് സെലക്ട് ചെയ്യുകയും 11-ലും 12-ലും നമ്മൾ ഏതൊക്കെ സ്പോർട്സ് ഇവൻറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കേരളത്തിൻ്റെ ആപ്ലിക്കേഷൻ കൂടി സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം. കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളുടെ ഇൻസ്ട്രക്ഷൻ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാർക്ക് നമുക്ക് കിട്ടുകയും സ്പോർട്സിൻ്റെ കാറ്റഗറി റാങ്കിൽ വരികയും ചെയ്യും. എന്നാൽ CBC ഇത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ISC വിഭാഗത്തിലുള്ളതാണെങ്കിൽ നാഷണൽ ലെവലിൽ നടക്കുന്ന മീറ്റുകൾക്ക് ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിന് അംഗീകാരമായിട്ടില്ല. എന്നാൽ ഇന്റർനാഷണൽ ലെവലിൽ ഇവർക്കൊരു മീറ്റ് നടക്കുന്നുണ്ട് CBC ISC വിഭാഗത്തിനൊക്കെ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരവും ഈ കേരള മെഡിക്കലിൻ്റെ പ്രോസ്പെക്ടസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ 2023 ആണെങ്കിലും പ്രോസ്പെക്ടസ് നോക്കി താങ്കളുടെ ഇവന്റ് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കണം. സർ, അടുത്ത് റീന രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകരുടെ ചോദ്യമാണ്. ഫിഷർമാൻ്റെ കുട്ടികൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ വരുമാന പരിധി എത്ര? നമുക്ക് ഫിഷർമാൻ എന്ന് പറയുമ്പം എല്ലാ ഫിഷർമാനും ലഭിക്കുന്ന സ്കോളർഷിപ്പ് അല്ല അത്. രജിസ്റ്റേർഡ് ഫിഷർമാൻമാരായിട്ടുള്ള മക്കൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കിട്ടണമെങ്കിൽ അവരുടേതായ നിബന്ധനകൾ, വരുമാനത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ നിബന്ധനകൾ ബാധകമാണ് താനും. സർ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ സ്റ്റെപ്പിൽ സ്കൂൾ ബോർഡ് എന്തായിട്ടാണ് കുവൈറ്റിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കൊടുക്കേണ്ടത്? CBSE I ആണോ അതോ CBSE ആയിട്ടാണോ? താങ്കളുടെ സ്കൂളിൽ CBSE ഇൻ്റർനാഷണൽ ആണോ അതല്ലെങ്കിൽ നോർമൽ CBSE? സാധാരണ CBSE തന്നെയാണ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. അതല്ലാത്ത ഒരു ബോർഡിലുള്ളവർ മാത്രമാണ് CBSE ഇൻ്റർനാഷണൽ എന്ന് കൊടുക്കേണ്ടത്. സാർ, ഇത് ചെറിയാൻ സാമുവൽ എന്ന് പറയുന്ന ഒരു പ്രശ്നൻ്റെ ചോദ്യമാണ്. ക്രിസ്ത്യൻ മാർത്തോമ OBC ആണോ ജനറൽ ആണോ? ജനറലാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗവും ലാറ്റിൻ കാത്തലിക്സ് വിഭാഗവും മാത്രമേ OBC നോൺ ക്രിമിനൽ പരിധിയിൽ വരികയുള്ളൂ. ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, മലങ്കര, CSI, കാത്തലിക്സ് അങ്ങനെയുള്ളവരെല്ലാം ജനറൽ വിഭാഗങ്ങളാണ്. എന്നാൽ
വില്ലേജ് ഓഫീസിൽ നിന്ന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ മൈനോറിറ്റി റിസർവേഷൻ കിട്ടും, OBC റിസർവേഷൻ എല്ലായിടത്തും ലഭിക്കുകയില്ല. സർ, അടുത്ത അർച്ചന സുരേഷ് എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, സർ SBI ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ് പറ്റുന്നില്ല, ഗൂഗിൾ പേ എങ്ങനെയാണ് ചെയ്യുന്നത്? പേയ്മെൻറ്റിൻ്റെ സെക്ഷനിൽ നമുക്കിപ്പോൾ ആ നിൽക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ എത്രത്തോളം സ്പീഡ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഘടകമായിട്ടുള്ളൂ. എല്ലാ ക്രെഡിറ്റ് കാർഡും എല്ലാ ഡെബിറ്റ് കാർഡും പറ്റുന്നതാണ്. പിന്നെ ഗൂഗിൾ പേ എമൗണ്ടാണ് കൂടുതൽ സക്സസ് റേഷ്യോ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടിരിക്കുന്നത് കാണിക്കുന്നത് ഗൂഗിൾ പേ ആണ്. അതിൽ ഏത് കാണുകയാണെങ്കിലും SBI ആണെങ്കിലും HDFC ആണെങ്കിലും കാനറ ആണെങ്കിലും ICICI ആണെങ്കിലും ആ ഗേറ്റ് വഴി പോവുകയും UPI എന്ന് കൊടുക്കുകയും നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൊരു UPI ID നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഒരു @ OK എന്നൊക്കെ പറയുന്നൊരു UPI ID. ആ UPI ID നമ്മൾ നമ്മുടെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുകയും പേയ്മെൻറ്റ് നൗന്നോട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്തോട്ട് ആ പേയ്മെൻറ്റ് വരികയും ആ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുകയും ചെയ്യുന്ന പക്ഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് നീറ്റിൻ്റെ വെബ്സൈറ്റിലാവുകയും ആപ്ലിക്കേഷൻ ഫോം ആവുകയും ചെയ്യും. അപ്പം ഗേറ്റ് വേ ഏതെങ്കിലും എടുക്കാം, ഏത് ഗേറ്റ് വേ വഴിയും പോകാം, കാനറ വഴി വേണേൽ പോകാം, അല്ലെങ്കിൽ HDFC വഴി പോകാം, അല്ലെങ്കിൽ SBI വഴി പോകാം. എന്നിട്ട് UPI എന്ന് സെലക്ട് ചെയ്യുകയും നമ്മുടെ ഗൂഗിൾ പേയിൽ കിടക്കുന്ന UPI ID എൻ്റർ ചെയ്യുകയും ചെയ്താൽ മതിയാകും. സർ, അടുത്തൊരു ചോദ്യം, EWS സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് തഹസിൽദാറിൻ്റെ നിന്നാണോ അതോ വില്ലേജ് ഓഫീസറുടെ നിന്നാണോ? നീറ്റ് 2024 ഓൾ ഇന്ത്യ കോട്ട വഴി എയിംസ്, ജിപ്മർ, ഓൾ ഇന്ത്യ കോട്ട, ESA, IP കോട്ടയ്ക്കാണ് നമുക്ക് റിസർവേഷൻ കിട്ടേണ്ടതെങ്കിൽ തഹസീൽദാരിൽ നിന്നും. അതിന് വേറൊരു നിയമം, കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഹോമിയോ പോലെയുള്ളതിനാണ് വേണ്ടതെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നുമാണ് EWS സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. രണ്ടിനും രണ്ട് നിയമമാണെന്ന് മാത്രം. സർ, അടുത്ത് ഉഷ ബിനു എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, സർ മൈ ഡോട്ടർ ആധാർ അഡ്രസ് ഈസ് ഇൻ തമിഴ്നാടു ബട്ട് ഷീ ക്യാൻ അപ്ലൈ ഇൻ കേരള. നമുക്ക് തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. പരീക്ഷ എഴുതാനായിട്ടാണെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് കേരളത്തിൽ കൊടുത്താൽ കേരളത്തിൽ പരീക്ഷ എഴുതാം. ആധാറിലെ അഡ്രസ്സ് ഇവിടെ വേണമെന്നില്ല. കാരണം അഡ്രസ് പ്രൂഫൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. പിന്നെ തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള ഒരാൾക്ക് പെർമനൻറ്റ് അഡ്രസ്സ് തമിഴ്നാട് കൊടുത്തിട്ട് ആധാറിലെ പോലെ അഡ്രസ്സ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരത്തിലേക്ക് നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെയാണ് അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ നിന്നും, അതുപോലെ തന്നെ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നും, അതുപോലെ ശിവൻ സാറിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ലൈവ് സെഷനിൽ നിന്നും ചൂസ് ചെയ്തിട്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർക്കുമായി പങ്കുവെച്ചത്. അപ്പോൾ ഇനിയും ശിവൻ സാറിൻ്റെ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനുള്ള കൃത്യമായ മറുപടിയുമായി ശിവൻ സാർ എത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.